بسم الله الرحمن الرحيم قال الإمام البخاري رحمة الله عليه ونفعنا بعلومه بسم الله الرحمن الرحيم كتاب الإيمان باب قول النبي صلى الله عليه وسلم بني الإسلام على خمس وهو قول وفعل ويزيد وينقص قال الله تعالى ليزدادوا إيمانا مع إيمانهم وزدناهم هدى ويزيد الله الذين اهتدوا هدى والذين اهتدوا زادهم هدى وآتاهم تقواهم ويزداد الذين آمنوا إيمانا وقوله أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وقوله جل ذكره فاخشوهم فزادهم إيمانا وقوله تعالى وما زادهم إلا إيمانا وتسليما صدق الله العلي العظيم. പരിശുദ്ധ ദീൻ ഈ ലോകത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടല്ല, അത് അല്ലാഹുവിൻ്റെ പരിശുദ്ധാത്മാക്കളായ അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ വച്ച് ഏറ്റവും അത്യുത്തമരും പരിപൂർണരും അല്ലാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവരുമായ പ്രവാചകന്മാർ മുഖേനയാണ്. ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്ന ആ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമങ്ങളും അത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് വഹി. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇമാം ബുഖാരി ആ വഹീനെ സംബന്ധിച്ച് പറഞ്ഞു. ആ വഹി എന്നാൽ എന്താണ്? ആരിലേക്കാണ് വഹി എത്തുക? വഹി ലഭിക്കുന്ന മഹാന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ സ്വഭാവം എന്തായിരിക്കണം? എങ്ങനെയാണ് അല്ലാഹു തആലാന്റെ സന്ദേശം ഇവരിലേക്ക് എത്തുന്നത്? ഇങ്ങനെയുള്ള അതിവിശാലമായ ഒരു മഹത്തായ ചർച്ച നടത്തി. അങ്ങനെ അമ്പിയാക്കളുടെ വഹി ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവർ അതിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. കാരണം അമ്പിയാക്കളെ അല്ലാഹു തആല അയക്കുമ്പോൾ അതിനേക്കുള്ള മുഅ്ജിസത്തുമായി അല്ലാഹു അയക്കും. അപ്പോഴാണല്ലോ റസൂലാകുക. അത് അവർക്ക് വിശ്വസിക്കാൻ തെളിവുമായി അയച്ചത് കൊണ്ട് തന്നെ അവരത് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെയാണ് രണ്ടാമത്തെ ബാബ് കിതാബുൽ ഈമാൻ കൊണ്ട് തുടങ്ങിയത്. അതിൻ്റെ ആദ്യത്തിൽ മഹാനായ ഇമാം ബുഖാരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ചൊല്ലിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഓരോരോ കിതാബുകളും ഓരോരോ ഭാഗം പാർട്ടായി തിരിച്ചത് കാരണമായിട്ട് ഓരോന്നിൻ്റെ തുടക്കവും ബിസ്മി കൊണ്ടുവരും. ആ ബിസ്മിയാണ് ഇവിടെ ഉള്ളത്. ഇമാം ബുഖാരിയുടെ ബിസ്മിയാണ് അതുള്ളത്. ചില നുസ്ഖകളിൽ ഇങ്ങനെയുണ്ട്. എന്താ? കിതാബുൽ ഈമാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്നുമുണ്ട്. അതിനൊക്കെ ന്യായം പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ പേര് ആദ്യം എഴുതും. അത് പിൽക്കാലത്ത് വന്നതാണ്.
കിതാബ് പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് സൂറത്തിൻ്റെ പേര് എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇങ്ങനെയാണ്. ആ നിലക്കാകുമ്പോൾ കിതാബുൽ ഈമാൻ എന്ന സൂറത്തിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് വെച്ചാൽ പിന്നെ ബിസ്മി ആയിരിക്കാൻ തുടങ്ങേണ്ടത്. അങ്ങനെയാണെന്ന് ന്യായം പറയുന്നവരുണ്ട്. എന്നാൽ അധിക നുസ്ഖകളിലുമുള്ളത് ആദ്യം ബിസ്മിയാണ്. കാരണം കിതാബുൽ ഈമാൻ സൂറത്തല്ല, അത് പിന്നീട് എഴുതി കൂട്ടിക്കൊടുത്തതല്ല. അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ നേരിട്ട് എഴുതിയതാണ്. ഈ വിഷയം തുടക്കം തന്നെ കിതാബുൽ ഈമാൻ മുതലാണ്. അതുകൊണ്ട് അവിടെ ബിസ്മി അതിൻ്റെ മുമ്പ് തന്നെ വേണം. അതാണ് റാജിഹ്. കിതാബുൽ ഈമാൻ ഇത് ഈമാനിനെ വിശദീകരിക്കുന്ന കിതാബാകുന്നു. കിതാബ് എന്ന് പ്രയോഗിക്കൽ തന്നെ അതിൻ്റെ താഴെ കുറേ ബാബുകൾ ഉണ്ടാകുമ്പോഴാണ്. കുറേ ബാബുകൾ അതിൻ്റെ പിന്നിൽ വരാനുണ്ടാകുമ്പോഴാണ് ഇതിനേക്ക് കിതാബ് എന്ന് ഉപയോഗിക്കുക. നേരെ മറിച്ച് ബാബു ബദീൽ വഹീൻ്റെ അവിടെ കൈഫകാന ബദുൽ വഹീൻ്റെ അവിടെ ഇമാം ബുഖാരി ബാബിട്ടു. അതിന് പിന്നീട് വേറെ ബാബുകളില്ല, ഫസലുകളില്ല. കുറച്ച് ഹദീസുകളാണ് പറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ കിതാബ് ഇടാതിരുന്നത്. അതിനെപ്പറ്റി കുറേ ബാബുകൾ അതിൻ്റെ പിന്നിൽ വരാതിരിക്കുമ്പോൾ, കുറേ ബാബുകൾ പിന്നിൽ വരാനുണ്ടാകുമ്പം കിതാബ് പറഞ്ഞാൽ പലത് കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്നാ. മക്തൂബ് എന്ന അതിൻ്റെ അർത്ഥം. കിതാബ് എന്നുള്ള ലഫ്ള് മസ്തറാണ്. കിതാബുൻ മസ്തറുൻ ഫത്തുൽ ബാരി പറയാണ് കിതാബ് എന്ന വാക്ക് മസ്തറാണ്. യുകാലു കതബ യക്തുബു കിതാബത്തൻ വ കിതാബൻ. കണ്ടില്ലേ? കതബ യക്തുബു കിതാബത്ത് എന്നും പറയും, കിതാബ് എന്ന് പറയും. രണ്ടും മസ്തർ തന്നെയാണ്. ആ കിതാബ് എന്ന് പറയുന്ന ആ മാദ കാഫ് താഗ് ബാ ഇത് മൂന്നും ഈ തർത്തീബിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടുക. അതുകൊണ്ടാണ് കതീബത്ത് സൈന്യം ഒരുമിച്ച് കൂട്ടുന്നത്. വൽ കിതാബത്ത് എഴുതി വെക്കുന്ന ഒരുമിച്ച് കൂട്ടലുണ്ടാവല്. പല ബാബുകളും പല വിഷയങ്ങളും ഒരുമിച്ച് കൂടുമ്പോഴാണ് കിതാബ് എന്ന് ഉപയോഗിക്കല്. അല്ലെങ്കിൽ വെറും ബാബ് എന്നാണ് ഉപയോഗിക്കുക. അപ്പം നേരെ അർത്ഥം ഒരുമിച്ച് കൂട്ടപ്പെട്ട വസ്തുക്കൾ എന്നാണ്. ബാബ് നേരെ അർഫുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്നർത്ഥത്തിന് വെക്കുമ്പം ഹക്കീക്കത്തും ഉബിന്നിസ്ബത്തിൽ മആനിൽ മുറാത്തി മിൻഹാ. ഇവിടെ ഈ ഹർഫുകളോ ശബ്ദങ്ങളോ അല്ലല്ലോ ഉദ്ദേശം. ഈ ശബ്ദങ്ങൾ അറിയിക്കുന്ന ആശയമാണ് ഇവിടെ ഉദ്ദേശം. ആശയത്തിനെ പറ്റി കിതാബ് എന്ന് പറയുമ്പം അത് മജാസുമാണ്. അതുപോലെ ബാബ് എന്ന വാക്കിന് നേരർത്ഥം എന്താ? ഗേറ്റ് എന്ന്. അൽ മദ്ഖൽ കടക്കുന്ന സ്ഥലം. ഗേറ്റ് എന്ന അർത്ഥത്തിനുള്ളതാണ് ഹഖീഖിയായ മാന. ഇവിടെ എന്താ? ഒരു വിഷയം, ഇൽമിൻ്റെ വലിയൊരു വിഷയത്തിലേക്ക് വാതിൽ തുറക്കുന്നു, കടക്കുന്ന സ്ഥലം എന്നാണിത്. അത് ആശയമാണ് ഇൽമ് എന്ന് വെക്കുമ്പോൾ അത് മജാസുമാണ്. ഇനി നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ഒരു ചെറിയ ചർച്ച. ഇതെല്ലാം ബഹുമാനപ്പെട്ട ശാരീയങ്ങൾ, പ്രത്യേകിച്ചും ഇമാം ഐനി അവരുടെ ഉംദത്തുൽ കാരിയിൽ പേജുകളോളം ഈ വിഷയം എഴുതി വച്ചിട്ടുണ്ട്. നാം ഇവിടെ ഈ വിഷയം ഉൾക്കൊള്ളാൻ, മനസ്സിലാവാൻ എന്താണ് ഇമാം ബുഖാരി ഉദ്ദേശിച്ച് തിരിയാൻ വേണ്ടി മാത്രം ചെറിയൊരു ചർച്ച മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ആവശ്യക്കാർ എല്ലാ കിതാബ് ശറഉൽ അഖായിദ അതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തഹ്ഫ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ കിതാബുകളും ഈമാനും ഇസ്ലാമിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് ആ കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതാണ്. ഈമാൻ എന്ന വാക്ക് ആമന യൂമിനു ഈമാനൻ, നിങ്ങൾ ആമന യൂമിനു എന്നും വായിക്കാം. ഈമാനൻ. ആ ഈമാന് എന്നത് മസ്തറാണ്. അതിലേക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സാധാ ഭാഷാർത്ഥം. ഭാഷാർത്ഥം എന്താ? അത്തസ്തീഖ്, അംഗീകരിച്ചു കൊടുക്കുക. അതിനൊക്കെ ഒരു ശർഈയായൊരർത്ഥമുണ്ട്. എന്താ? തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളെ റബ്ബിനെ തൊട്ട് എന്തെല്ലാം കൊണ്ടുവന്നോ ആ കൊണ്ടുവന്നതിൽ മുഴുവനും അംഗീകരിക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ഇന്നാലിന്ന കാര്യം എനിക്ക് അല്ലാഹു തആല ഇന്നാലിന്നത് പറയാൻ ഇന്നാലിന്നത് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ അംഗീകാരത്താലോ നബി തങ്ങൾ അല്ലാഹു തആലാനെ തൊട്ട് കൊണ്ടുവന്നതാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ഏതുണ്ടോ അത് മുഴുവനും അംഗീകരിച്ചു കൊടുക്കുക. ഇതാണ് തസ്ദീഖ്, ഇതാണ് ഈമാൻ. ഈമാന് എന്ന് പറയുന്നത് അറിവല്ല. അൽ ഇൽമു അത്തസ്ദീഖ് തസവ്വുറൻ വഇമ്മാ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ആ തസ്ദീഖല്ല ഇത്. കാരണം ഇൽമിനിക്ക് വേണ്ടത് ഒരു വിഷയം ഉണ്ട് എന്നോ ഇല്ല എന്നോ അവനിക്ക് ബോധ്യപ്പെടാൻ ആവശ്യമുള്ളത്. ആ ബോധ്യപ്പെടലിനിക്കാണ് ഇൽമ്. അതിനിക്കും തസ്ദീഖ് എന്ന് പറയും തസവ്വുറിന്റെ മുഖാബലയിൽ. ആ തസ്ദീഖ് അല്ല. ഒരു കാര്യം ഒരാൾ അറിഞ്ഞത് കൊണ്ട് അവനെ സംബന്ധിച്ച് മുസദ്ദിഖ് അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ മൂമിൻ എന്ന് പറയില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ജൂതനസ്രാനികളെ പറ്റി അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അറിയും. യഅലമൂനഹു കമാ യഅലമൂന അബ്നാഅഹും, അവർക്കുള്ള മക്കളെ അറിയുന്നത് പോലെ അവർക്ക് റസൂലുള്ളാഹിനെ അറിയും, അതിനേക്കാളും കൂടുതൽ അറിയും. എന്നാലെ പറ്റി മുഅ്മിൻ എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ, അവരെ സംബന്ധിച്ച് മുസ്ലിം എന്നാരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് അറിവുണ്ട്. അതുപോലെ മക്കയിലുള്ള പല കാഫിരീങ്ങൾക്കും അറിവില്ല, അറിവുള്ളവരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ യഥാർത്ഥ നബിയാണ്, യഥാർത്ഥമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരെന്തിട്ടില്ല, അത് ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ ഒരു സംഗതി ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോരാ, അതോടുകൂടെ തസ്ലീം വേണം, അംഗീകാരം വേണം, ഇദ്ആൻ വേണം, കബൂല് വേണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇന്ന വിഷയത്തിലുള്ള ഉദ്യോഗസ്ഥൻ, ഒരു ഉദ്യോഗസ്ഥനെ പറ്റി പറയാ, ഇന്ന ഓഫീസിലെ അവിടുത്തെ സെക്രട്ടറി ഇന്നാളാണ് എന്നൊരാൾ അറിഞ്ഞു. അപ്പോൾ അവനക്ക് അതിനെ സംബന്ധിച്ച് അറിവുണ്ട് എന്ന് പറയാം. പക്ഷേ ആ സെക്രട്ടറിയായി ഇവൻ അംഗീകരിക്കും കൂടി വേണം. അപ്പോഴേ ഓനെ സംബന്ധിച്ച് ഇവൻ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. സെക്രട്ടറിയായി ഇവൻ അംഗീകരിച്ചു. അപ്പം അംഗീകാരം കൂടുമ്പോഴാണ് ഈമാൻ വരിക. ആ ഈമാൻ അതിൻ്റെ ശരയ്യായ ഭാഷ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എല്ലാം മനസ്സിൽ ഉറപ്പിക്കണം, എന്നിട്ടത് അംഗീകരിച്ചു കൊടുക്കണം. ഈ അംഗീകാരം അവിടെ ഉൾക്കൊള്ളുമ്പോൾ മഹാന്മാർ അവിടെ അഭിപ്രായ വ്യത്യാസമായി. ബഹുമാനപ്പെട്ട ഇമാം ഹനീഫ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ പോലെയുള്ള ധാരാളം മഹത്തുക്കൾ പറയുന്നത് എന്താ? ഈമാൻ എന്ന് പറയുന്നത് അന്നൽ ഈമാന അമലുൽ ഖൽബി വൽ ലിസാനി മഅൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബിൻ്റെ ഒരു തൊഴിലാണ്, വൽ ലിസാനി നാവിൻ്റെയും മഅൻ, രണ്ടാളും കൂടി പണിയെടുക്കണം. ഖൽബിൽ അത് അറിഞ്ഞു അംഗീകാരം, അംഗീകാരം വേണം, ഇദ്ആൻ വേണം, തസ്ലീം വേണം, കബൂല് വേണം. അതോടുകൂടെ നാവ് അത് മൊഴിഞ്ഞ് സമ്മതിക്കുകയും വേണം. അതാണ് സഹാത്ത് കളിമൻ്റെ മനോക്കല്. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന്, അവനല്ലാതെ വേറൊരാളും ഇല്ല എന്ന്, ഞാൻ അല്ലാഹു അല്ലാത്ത വേറൊരു ഇലാഹില്ല എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് ഉറപ്പിച്ച് പറയുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹനായി അല്ലാഹു അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു. ഇത് രണ്ടും കൂടി കൂടുമ്പോഴേ ഈമാനമുള്ളൂ. മനസ്സിൽ ഉറപ്പിച്ച് അംഗീകരിച്ച് നാവ് കൊണ്ടത് പറയണം, അപ്പോഴേ ഈമാനാവുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങൾ പറയുന്നത്. അതോടുകൂടെ
ഇക്റാറോട് നാവ് കൊണ്ട് അംഗീകരിക്കണം. ഈ നാവ് കൊണ്ട് അംഗീകരിക്കൽ അത് ഷർത്താണോ അതല്ല അത് റുക്നാണോ? അതിലൊരു വ്യത്യാസമുണ്ട്. ഷർത്താണെന്ന് പറയുന്നവരുമുണ്ട്, റുക്നാണെന്ന് പറയുന്നവരുമുണ്ട്. അതോടുകൂടെ അമൽ, മറ്റുള്ള ശരീരങ്ങളെ കൊണ്ടുള്ള അമൽ കൂടണ്ടേ? അവർ അമലിനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ അവർ എണ്ണീട്ട് ഇത് രണ്ടും വേണം. അമലുൽ ഖൽബി വൽ ഇഖ്റാർ രണ്ടും വേണം. ആ ഇഖ്റാർ ഷർത്തായിട്ടാണോ റുക്നായിട്ടാണോ എന്നവരുടെ ഖിലാഫുണ്ട്. അത് ഷർത്തായിട്ടാണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അശ്ശരി പോലെ അശ്ശരിയും മാതുരീദിയും എല്ലാം തൊട്ടും റിവായത്ത് ചെയ്യപ്പെട്ട അസഖാരി റിവായത്ത് അങ്ങനെയാണ്. അതോടുകൂടെ അമല് വേണോ വേണ്ടേ? മൂമിനാവാൻ ഇത് രണ്ടും മതി. അതോടുകൂടെ അമൽ വേണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ അവർ പറയും അമൽ അവനിക്ക് അതിൻ്റെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗത്തിൽ അവ്വലീങ്ങളുടെ കൂടെ കടക്കണമെങ്കിൽ അമൽ വേണം, ഇല്ലെങ്കിൽ വേണ്ട. മൂമിനാവാൻ അത് വേണ്ട. അത് അതിൻ്റെ അല്ലാഹു തആല അംഗീകരിക്കലിൻ്റെ മറ്റൊരു ഭാഗമാണത്. അള്ളാഹുവിനെ അംഗീകരിച്ചു എന്നതിൻ്റെ കമാലിൻ്റെ ഭാഗമാണ്, ആ വാക്ക് പുലരുന്ന ഭാഗമാണ് അമല് എന്ന് പറയുന്നത്. എന്നാൽ മറ്റു ചില മഹാന്മാർ പറയുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാം മാലിക്, ഇമാം അഹ്മദ്, അസ്ഹാബുൽ ഹദീസ്, ഇമാം ബുഖാരി അടക്കമുള്ള മഹാന്മാർ പറയുന്നു. എന്താ പറയുന്നത്? അൽ ഈമാനു ഫീലുൽ ഖൽബി വൽ ലിസാനി മസായിദിൽ ജവാരിഹി. എല്ലാ അംഗങ്ങളോടുകൂടെയും നാവും കൽബും പണിയെടുക്കണം. കൽബിൽ ആ വിഷയം അറിഞ്ഞു, അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു, എന്നിട്ടത് അംഗീകരിക്കണം കൽബ്. അതോടുകൂടെ നാവ് അത് സമ്മതിക്കുകയും വേണം. ബാക്കിയുള്ള അംഗങ്ങൾ അതിനനുസരിച്ച് അല്ലാഹു തആലാന്റെ നിയമങ്ങളെ ഓരോന്നോരോന്ന് പ്രാവർത്തികമാക്കുകയും വേണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇതിന് വിശദീകരണമായി പറഞ്ഞു, അൽ ഈമാനു ഹുവ തസ്ദീഖു വൽ ഇഖ്റാറു വൽ അമൽ. ഈമാൻ എന്ന് പറയുന്നത് ഖൽബ് കൊണ്ടുള്ള അംഗീകരിച്ച് പൊരുത്തപ്പെടലും നാവ് കൊണ്ടത് സമ്മതിച്ച് പറയലും അല്ലാഹു തആലാന്റെ വിധിവിലക്കുകളെ അവയവങ്ങളെ കൊണ്ട് പ്രാവർത്തികമാക്കലുമാണ്. ഫൽ മുഖില്ലു ബിൽ അവ്വലി, നാവ് കൊണ്ട് മനസ്സിൽ ഉറപ്പിക്കാത്തവൻ, വഹദഹു ഫൽ മുഖില്ലു ബിൽ അവ്വലി വഹദ, മനസ്സിൽ ഉറപ്പിച്ചില്ല, നാവ് കൊണ്ടുപോകാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നുണ്ട്, അവൻ്റെ ജവാരികളെ കൊണ്ട് അവൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നിസ്കരിക്കുന്നുണ്ട്, ലാഹിറിൽ അവൻ എല്ലാ കാര്യങ്ങളും മുഅ്മിനീങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവൻ മുനാഫിക്കാണ്, വിശ്വാസമില്ലെങ്കിൽ, മനസ്സിലില്ലെങ്കിൽ. വബിസാനി, നാവ് കൊണ്ട് പറയാൻ മടിച്ചു. ഓൻ നാവ് കൊണ്ട് അല്ലാഹ് കലിമ ചൊല്ലിയിട്ടില്ല, മനസ്സിൽ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ഓൻ്റെ മനസ്സിലുണ്ട്, ഓനത് വിശ്വസിക്കുന്നുണ്ട് അല്ലാഹ് ഏകനാണെന്ന്. പക്ഷേ അവൻ എന്ത് ചെയ്യൂല? നാവ് കൊണ്ടത് മൊഴി പറയാത്തവൻ കാഫിറുൻ, അവൻ കാഫിറുമാൻ. മൂന്നാമത്തെ കാര്യം, മനസ്സിൽ ഉറപ്പിച്ചു, നാവ് കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു, പക്ഷേ അവൻ അമലൊന്നും ചെയ്യൂലെങ്കിൽ അവൻ ഫാസിഖുൻ, അവൻ തമ്മാടി എന്നാണ് പറയാ. യൻജൂ മിനൽ ഖുലൂദി ഫിന്നാർ വയദ്ഖുലുൽ ജന്ന, നരകത്തിലുള്ള ഖുലൂദിനെ തൊട്ടോ രക്ഷപ്പെടും. ശാശ്വത നരകത്തിൽ കടക്കാൻ ഓൻ വാദകല്ല, ഓൻ സ്വർഗത്തിൽ എന്നെങ്കിലും കടക്കും. ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ തഫ്സീലിൽ യോജിക്കുന്നുണ്ട്. പക്ഷെ മൂമിനാവണമെങ്കിൽ അമൽ ചെയ്യണമെന്നില്ല എന്ന് പ്രത്യേകമായി എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നരകത്തെ തൊട്ട് തീരെ കടക്കാതിരിക്കണമെങ്കിൽ അമല് വേണം. അത് തന്നെയാണ് ഇമാം അബൂ ഹനീഫയും തങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത്, ഇമാം അബൂ ഹനീഫയും ഇമാം ഷാഫിയും റളിയല്ലാഹു അൻഹുമാ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യഥാർത്ഥത്തിൽ ലഫ്ളിയായ വ്യത്യാസമാണ്. ഈമാനിൻ്റെ ജുസുവായി അമലിനെ പറയണോ പറയണ്ടേ എന്നുള്ള വിഷയമേ ഉള്ളൂ. അമല് അനിവാര്യമാണ് എന്ന് പറഞ്ഞതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം അവർ തമ്മിലില്ല. എന്നാൽ ഇവിടെ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. എന്താ? ഖവാരിജിയാക്കളും മുഅ്തസിലിയാക്കളും.
അവർ പറയുന്നത് എന്താ? അമലുകൾ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഹഖീഖിയായ ജുസ്വാണ്. മൂമിനാവണമെങ്കിൽ അമൽ വേണം, മനസ്സിൽ ഉറപ്പിക്കണം, നാവ് കൊണ്ട് സമ്മതിച്ച് പറയണം, മനസ്സും സമ്മതിച്ച് നാവും സമ്മതിക്കണം. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കി സൽക്കർമ്മങ്ങൾ മുഴുവനും ചെയ്യണം. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ അവൻ വർജിക്കുകയും വേണം. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് പോയാൽ അവൻ മൂമിനല്ല. അതാ ദോഷി മൂമിനല്ല എന്നവർ പറയാം. അള്ളാഹുവിൻ്റെ ഈമാൻ കാര്യങ്ങൾ അവൻ വ്യക്തമായി സമ്മതിക്കുന്നുണ്ട്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്, അത് അവൻ പറയുന്നുമുണ്ട്. പക്ഷേ സൽക്കർമ്മം ചെയ്യാത്തവൻ അവൻ മൂമിനല്ല. എന്നാ കാഫിറാണോ? കാഫിറും അല്ല, മൂമിനും കാഫിറും അല്ലാത്തൊരു വിഭാഗമാണ്. അപ്പോൾ സ്വർഗത്ത് കടക്കുമോ? സ്വർഗത്ത് കടക്കൂല. നരകത്ത് കടക്കോ? നരകത്തിലും കടക്കൂല. ഇതാണ് മുഅ്തസിലാക്കൾ മൻസിലത്തും ബൈനൽ മൻസിലത്തൈൻ സ്ഥാപിക്കുന്ന വിഭാഗം മുഅ്തസിലത്ത്. അതന്നെയാണ് ഖവാരിജത്തിൻ്റെ വിശ്വാസം. തെറ്റ് ചെയ്തവൻ മൂമിനല്ല, തെറ്റ് ചെയ്തവൻ കാഫിറാണോ എന്ന് ഉറപ്പിച്ച് പറയൂല. മൂമിനുമല്ല കാഫിറുമല്ല എന്ന് പറയും. ഇങ്ങനെയുള്ളൊരു വിഭാഗമാണ് മൂന്നാമത്തെ വിഭാഗം. ഈ നിലക്ക് ഉള്ള വലിയ ചർച്ചകളുണ്ടായിരുന്നു. അവന്താ മുഅ്തസിലിയാക്കൾ പറയുന്നത് ഈമാനിൻ്റെ ജുസ്വാണ് അമല്, അത് അസ്ലി ഹഖീഖിയായ ജുസ്വാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞത് എന്താ? ഇമാം ബുഖാരി പറയുന്നത് എന്താ? മുഹദ്ദിസീങ്ങൾ പറയുന്നത് എന്താ? ഷാഫി ഇമാം പറയുന്നത് എന്താ? മാലിക് ഇമാം പറയുന്നത് എന്താ? അഹ്മദ് ഹംബൽ പറയുന്നത് എന്താ? അമൽ ഈമാനിൻ്റെ ഭാഗമാണ്, ഈമാനിൻ്റെ കമാലിക്കത് ഭാഗമാണ്, ഈമാനിൻ്റെ കമാലിക്കത് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പല ഹദീസുകളിലും കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിൻ്റെ ഭാഗമായി ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളെ തന്നെ എണ്ണിയതായിട്ടുണ്ട്. വഫദ് അബ്ദുൽ ഖൈസിൻ്റെ ഹദീസ് ബുഖാരിയിൽ വരാൻ പോകുന്ന ഹദീസാണ്. അവരോട് റസൂലുള്ളാഹി ചോദിക്കാണ്, അതദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹദാ, അല്ലാഹു തആലയെ കൊണ്ട് ഏകനായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്തി വ ഈതാഉസ് സകാത്തി വ സിയാമു റമളാന വ അൻ തുഅതു മിനൽ മഗ്നമിൽ ഖുംസ. കണ്ടോ, അവിടെ എന്ത് ചെയ്തു? ഷഹാദത്ത് അതിൽപ്പെട്ട് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാവ് കൊണ്ട് ഇക്രാർ ചെയ്യൽപ്പെട്ടു. അള്ളാഹിനെ പറ്റിയും റസൂലിനെ പറ്റിയും ഇക്രാർ ചെയ്യൽപ്പെടുത്തി, നിസ്കാരത്തിനെ പെടുത്തി, സക്കാത്തിനെ പെടുത്തി, നോമ്പിനെ പെടുത്തി, സക്കാത്ത് ഫൈ മുതൽ കൊടുക്കലും പെടുത്തി, വനീമത്ത് കൊടുക്കലും പെടുത്തു. ഇങ്ങനെ അമലുകളെ ഹദീസിൽപ്പെടുത്തിയതായിട്ട് ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസുകളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാക്കാം അത് അമലിൻ്റെ ഭാഗമാണ്. അമലുകൾ ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മൾ പറയും അത് ഭാഗമാകുന്നത് ഈമാനിൻ്റെ പൂർണ്ണതയുടെ ഭാഗമായിട്ടാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. കണ്ടോ, ഒരു വ്യഭിചരിക്കുന്നവൻ അവൻ മൂമിനായി വ്യഭിചരിക്കൂല. അപ്പോൾ മൂമിനല്ല എന്നാണ് പറഞ്ഞു. എന്താ? കാമിലായ മൂമിനല്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം. മുഅ്തസിലി ആശയം മറ്റൊന്നാണ്. അമൽ ചെയ്തവൻ അവൻ മൂമിനന്നെ അല്ല, കാമിലായ മൂമിനും അല്ല, കാമിലല്ലാത്ത മൂമിനും അല്ല. വലിയ അന്തരമുണ്ട് അവിടെയും സുന്നത്ത് ജമാഅത്തിൻ്റെയും ആശയം. അതിലേക്കാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ബുഖാരിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് ഈമാനും ഇസ്ലാമും രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടിൻ്റെയും ശർഈയായ അർത്ഥം ഒന്നാണ്. അത് ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, കിതാബുൽ ഈമാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത്.
ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗലിനെ വിശദീകരിക്കുന്ന വാബാകുന്നു. അതിനർത്ഥം ആ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ മുതൽ തുടങ്ങുന്ന ഹദീസുകൾ വിശദീകരിക്കാൻ പോകുന്നുണ്ട്. ആ ഹദീസിന്റെ നബി തങ്ങളെ ആ ഖൗലിന്റെ വിശദീകരിക്കുന്ന ബാബാകുന്നു. ഹാദാ ബാബു. കുറേ കോലങ്ങൾ അവിടെ ഉണ്ട്. ബാബിന് കുറേ അർത്ഥം വെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗലിനെ വിശദീകരിക്കുന്ന ബാബാകുന്നു ഇത്. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മുമ്പ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതേമാതിരി വെക്കാം. എന്നിട്ട് ഇമാം ബുഖാരി പറയുന്നു വഹുവ. അപ്പൊ ഈ ബാബ് കൊണ്ടെന്താ സൂചിപ്പിച്ചത്? ഇസ്ലാം എന്ന് പറയുന്നതും ഈമാൻ എന്ന് പറയുന്നതും രണ്ടും മുത്തലാസിമൈനിയാണ്. ഒരാൾ മൂമിനാകുമ്പോൾ ഓ മുസ്ലിമുമാകും, മുസ്ലിമാകുമ്പോൾ ഓ മൂമിനുമാകും. ഒന്ന് മറ്റൊന്നിനെ തൊട്ട് വേർതിരിച്ചാൽ വേർതിരിയില്ല. ഇതിൽ നിന്ന് വേർതിരിച്ചാൻ കഴിയൂല എന്നാണ് ഇമാം ബുഖാരി പറയുന്നത്. വഹുവ ഈ ഈമാൻ എന്നത് ഖൗലുൻ വഫിഅലുൻ. അത് ഖൗലുമാണ് ഫിഅലുമാണ്. തർക്കമില്ലാത്ത ഭാഗം പറഞ്ഞതാ. ഈമാനിക്ക് തസ്ദീഖ് വേണോ വേണ്ടേ? അതിൽ അഭിപ്രായ വ്യത്യാസം ആരുമില്ലല്ലോ. മനസ്സിൽ അംഗീകരിച്ച് മനസ്സ് സമ്മതിക്കണം. മനസ്സിൽ ഉൾക്കൊണ്ട് അത് മനസ്സ് സമ്മതിക്കണം. എനിക്കാണ് തസ്ദീഖ്. അതോടെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഖിലാഫില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞില്ല എന്നുള്ളതാ. പിന്നെ ഏതാ? ഖൗലും വഫിഅലുൻ. നാവ് കൊണ്ടുള്ള ഖൗലാണ്, വഫിഅലുൻ അവയവങ്ങളെ കൊണ്ടുള്ള അമലുകളുമാണ്, പ്രവർത്തനവുമാണ്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് കഫ് ചെയ്യലും അതും ഫിഅൽ തന്നെയാണ്. അവിടെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് കൗല് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള പറച്ചില്, ഫിഅല് എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ടുള്ള ഇക്റാറും അതിൽ പെടുമെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നാവ് കൊണ്ടുള്ള പറച്ചിലും കൗല് ഫിഅലല്ല, അതും നാവിൻ്റെ പണിയാന്ന് പറഞ്ഞൂടെ? അപ്പം അതല്ല റാജി നല്ലത്. അങ്ങനല്ല, അങ്ങനെ വെക്കണം. കൗലും ഫിഅലും എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള കൗലും ജവാരി കൊണ്ടുള്ള ഫിഅലും. പിന്നെ ഹൃദയം കൊണ്ടുള്ളതോ അത് ഖിലാഫില്ലാത്ത വിഷയം, അതുകൊണ്ട് പറഞ്ഞില്ല. അത് ഈമാൻ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. മറ്റൊരു കാര്യം വയസീദു വയങ്കുസു. ആ ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന പോക്കുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിലെ വിഷയം പറയുന്നുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, ഈമാന് കുറയുകയും കൂടുകയും ചെയ്യുമോ? ഇമാം മാലിക് പറഞ്ഞതെന്താ? ഈമാൻ കൂടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനിക്ക് വർധനവുണ്ടാകുമെന്ന് ഞാൻ പറയും. ഈമാൻ കുറയും, യങ്കുസുൽ ഈമാൻ എന്നൊരു പ്രയോഗം ഹദീസുകളിൽ പരിശോധിച്ച് നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ പറയില്ല. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അതാണ്. എന്തുകൊണ്ടാണ് അവിടെ ഇമാം ബുഖാരി അങ്ങനെ പറയാനുള്ള കാരണം കസ്സല്യാനതി വിശദീകരിക്കുന്നുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു യങ്കുസു എന്ന് പറയാതിരിക്കാൻ കാരണം എന്താ? അന്ന് ഖവാരിജിയാക്കൾ പൊളക്കുന്ന കാലമാണ്. അവർ ധാരാളമുണ്ട്. ഖവാരിജിയാക്കൾ പറയുന്നത് എന്താ? അമൽ ചെയ്യാത്തവനിക്ക് ഈമാൻ തന്നെ ഇല്ല. അമലില്ലാത്തവൻ അവനിക്ക് ഈമാൻ കുറഞ്ഞ് 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 വന്ന് പിന്നെ അവൻ ഈമാൻ ഇല്ലാത്ത അവസ്ഥയ്ക്കെത്തും എന്ന് ഖവാരിജി വാദാണ്. അവരുടെ വാദത്തിലേക്ക് തവീൽ ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു വാക്കെന്നെ പറയണ്ട എന്നൽക്ക യങ്കുസു എന്ന വാക്കിൽ നിന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മാറുന്നത് എന്ന് ഇമാം കസ്സല്ലാനി പറയുന്നുണ്ട്. ഏറും എന്ന് പറയുന്നു. ഏറുന്ന സാധനത്തിലേക്ക് കുറച്ചിലുണ്ടാവൂലേ? അതുറപ്പന്നെയാണല്ലോ. പക്ഷെ കുറയും എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാതിരുന്നത് വല്ല കാരണവശാലും ആരെങ്കിലും മാലിക് ഇമാമിനിക്ക് ഖവാരിജി വാദവുമായി ബന്ധമുണ്ടായിരുന്നോ എന്നൊരു സംശയം വരണ്ട. ഇതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ അവർ കാണിച്ചെന്ന മാർഗം അതാണ്. മുബ്തദീങ്ങളോട്, ഫാസിഖീങ്ങളോട് അവരോട് ഒരു ബന്ധം പുലർത്താൻ പാടില്ല.
അവർക്ക് മതിപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനം നമ്മൾക്കുണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും വൃത്തികെട്ട മുജാഹിദിന്റെ പേരിൽ, പുത്തനാശയക്കാരൻ്റെ പേരിൽ അവൻ്റെ പേരിന് വേണ്ടി ഒരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അത് വാങ്ങാൻ പോകുന്നവൻ ഏറ്റവും ചുരുങ്ങിയത് അന്തം കമ്മിയാണ്, എരപ്പനാണെന്ന് പറയാനുള്ളത്. കാരണം ചെയ്യാൻ പാടില്ലല്ലോ. അവർക്ക് തഅലീം വരുന്ന ഒരു പ്രവൃത്തി ഉണ്ടാക്കാൻ പാടില്ല. ഇമാം മാലിക്കിനെ കണ്ടു പഠിക്കണം. എന്താ സത്യമായ വാക്കാണ്, അൽ ഈമാൻ യസീദു വയൻഖുസു, ഇമാമിങ്ങളെല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ മാലിക് ഇമാമിൻ്റെ കാലത്ത് ഖവാരിജിയാക്കൾ അതിൽ പിടിച്ചു തൂങ്ങി. അമലില്ലാതിരുന്നാൽ ഈമാൻ ഇല്ലാതെയാകും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വർത്തമാനത്തിലേക്ക് സൂചിപ്പിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞില്ല.